ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്ന സ്ഥലം? ജൂതപ്പള്ളി റൂട്ട്, മട്ടാഞ്ചേരി അല്ലേ? ജൂതപ്പള്ളി റോഡ്, എന്താ വേറെ ജൂ ടൗൺ എന്ന് പറയും. ജൂതപ്പള്ളി ഉള്ളതുകൊണ്ടാണ് ഈ പേര് വന്നത് കേട്ടോ. ഇവിടെയാണ് ജൂതപ്പള്ളി ഉള്ളത്. നല്ല അടിപൊളി ഒരു സ്ട്രീറ്റ് ആണ് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കി, ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെയാണ് ഇത് നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടാലോ? പിന്നെന്താ, കണ്ടാലോ? എന്റെ പുറകെ വന്നു. ഓക്കെ. നോക്കിയത് കണ്ട, നല്ല നല്ല ഇതൊക്കെ നല്ല രസമുണ്ട്. ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇങ്ങനെ ഇതുപോലുള്ള അത് എങ്ങനെയുള്ളൂ ഇത്രയും വലിയ മോതിരം ബബ്ലൂസിന്റെ കുഞ്ഞിക്കൈയില്? കുഞ്ഞിക്കൈ ഓരോ അളവിന് പറ്റിയ മോതിരം, വലിയ മോതിരമാണത്. ടോയ്സൊക്കെ കണ്ട, ബാഗുകള്, ഇതൊക്കെ ടൈപ്പിലെ ബാഗാന്ന് വെച്ച് ഇതുണ്ട്. എത്രയായി ഇതിന്? 350 രൂപയാണ് കേട്ടാ. നല്ല അടിപൊളി. തേങ്ങട ചിരട്ട കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം അല്ലേ? അപ്പം അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ്. പക്ഷെ എന്ത് രസമാണെന്ന് നോക്കിയാൽ, നല്ല അടിപൊളി ബാഗ്. ഇത് ഉടനെ ഒന്നും പോകത്തൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് പോകുന്ന ടൈപ്പൊന്നും അല്ല. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. കാരണം ഇത് വെച്ചൊക്കെ പണിത് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ചിരട്ട തന്നെ ഇരിക്കുന്ന കാണത്തില്ല, കത്തിച്ചാൽ മാത്രമേ അത് ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടാ. നല്ല രസമുള്ളത്. ഇത് നമ്മുടെ മണിക്കാരനും വാങ്ങിച്ചു കൊടുക്കാറുണ്ടല്ലോ. അവക്ക് ഇഷ്ടമുള്ള എടുക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ കണ്ട, നല്ല രസമുണ്ട്. ചെറുത് ഇത് കണ്ട. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അപ്പൊ ജീവിതത്തിൽ ഒരാളെ മാത്രമേ പേടിയുള്ളൂ. ഇത് ഞാനിങ്ങനെ മേത്തിടാൻ പോയപ്പോ പെട്ടെന്ന് പേടിക്കുന്നു. വേറെ ലോകത്തുള്ള ആരും പേടിയില്ല. ഒരു ദിവസം രാത്രിയിൽ ഇത് ഞാൻ ഒരു പണി കൊടുക്കാൻ സാധ്യതയുണ്ട്. നേരെ എടുത്ത് ഉടുപ്പിൻ്റെ ഇടും. ഇങ്ങനെയൊക്കെ പണി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ബബ്ലൂസിനെ എങ്ങോട്ടാ പോകുന്നത്? ജൂതപ്പള്ളി. ബബ്ലൂസാ, ഇത് ഗോവൻ സ്ട്രീറ്റിന്റെ ലുക്കില്ലേ? അല്ല, ഗോവൻ സ്ട്രീറ്റ് തന്നെ. അല്ലാതെ നമ്മൾ മറ്റേ ഈ പലോലിയം ഒരു ടച്ച് ഉണ്ട് അല്ല? പലോലിയം സ്ട്രീറ്റ് ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെ. ഗോവയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കൂടുതലും കാണാൻ പറ്റുക. ഇതുപോലുള്ള ഐറ്റംസും ഇതുപോലുള്ള കാഴ്ച. കേരളത്തിൽ വർക്കലയിൽ പോയാൽ കാണാം, ട്രിവാൻഡ്രം പോയാൽ കാണാം. പിന്നെ ഇങ്ങനെ വരുന്ന ഫോർട്ട് കൊച്ചി ഇങ്ങനെയുള്ള ഭാഗത്ത് വന്നു. ആലപ്പുഴയൊന്നും ഇങ്ങനൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ തനി നാടനാണ്. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് ഗോവയുടെ ഫീലാണ്. കൊച്ചിയെ തോപ്പിക്കാനാവില്ല മക്കളെ, കൊച്ചിയെ തോപ്പിക്കാനാവില്ല. ഓരോ ജില്ലക്കും ഒരേ ജില്ലയുടേതായ നമ്മുടെ സ്വന്തം മട്ടാഞ്ചേരി. ഞാൻ യഥാർത്ഥത്തിൽ മട്ടാഞ്ചേരിക്കാരനാണ് കേട്ടോ, ഫോർട്ട് കൊച്ചിക്കാരനാണ്. ഒരു കാര്യമില്ല, വെറുതെ പേരിന് മാത്രം. അങ്ങനെ ഇതൊക്കെ നമ്മുടെ ഷോക്കേസിലൊക്കെ വെക്കാം. പിന്നെ ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ. ഇത് ഞങ്ങളെ ഡോക്ടർ ആകുമ്പോ ഒന്ന് മണി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചേനെ. അവള് ചെറുതിലെ ഇങ്ങനെ പപ്പ അത് ഇത് എന്നൊക്കെ പറയുന്നത്. ഞാൻ ഓരോ രാജ്യത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഓരോ സാധനമൊക്കെ കൊണ്ടു കൊടുക്കാറ്. ആ കാറ് ഓർക്കുന്നില്ല, ഇപ്പൊ 10 വർഷമായില്ല. എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കുറെ എല്ലാ സാധനവും ഞങ്ങളെ മണിമോള് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ബബ്ലൂസിന്റെ ഐറ്റങ്ങളാണ് കേട്ടോ. ബബ്ലൂസ് ഇവിടുന്നൊന്നും എടുക്കത്തൊന്നുമില്ല. ബബ്ലൂസ് എല്ലാത്തിനോട് മാത്രമേ ഒരു കിറ്റിന്റെ അകത്ത് എടുക്കും. ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഇഷ്ടം.
ബബ്ലൂസിന് കുറച്ച് ഉടുപ്പൊക്കെ ഇവിടുന്ന് എടുക്കാനുണ്ട് കേട്ടോ. ബബ്ലൂസ് ചായ ഒരു വെള്ളം കുടിക്കണോ? എനിക്ക് ദാഹിക്കും. കയറി സമയം പോവല്ലേ, പെട്ടെന്ന് വേട്ടെ. ഇനി എന്തിനാ ചായ? എന്താ വേണ്ട? ബബ്ലൂസിന് എന്താ വേണ്ട? വേണമെങ്കിൽ തണുത്ത എന്തെങ്കിലും ഉണ്ടോന്നോ? എന്താ വേണ്ട? നല്ല നല്ല ഡോക്ടറുണ്ട് ഇവിടെ ഉണ്ടല്ലോ. ബബ്ലൂസ് അതാണ് സംഭവം. ആ ഇതാണ് ജൂതപ്പള്ളി കേട്ടാ. ഏതാണ് ബബ്ലൂസ്? ഇത് ഈ കാണുന്നത്. ഇത് കാണുന്നതാണ് അല്ല, ഇത് കാണാനാണ് ഇത്രേ ആൾക്കാർ വരുന്നത്. ഇതിൻ്റെ അകത്ത് പെർമിഷൻ ഉണ്ടാകുന്ന തരത്തില്ല ക്യാമറ. ഇത് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഉള്ളൊന്ന് വെച്ച് കണ്ടോ ക്യാമറയിലോട്ട് കൊണ്ട് ഓരോരുത്തർ ഫോട്ടോ എടുക്കണം. അങ്ങനെ നമ്മൾ എവിടെ എത്തി? നമ്മുടെ ജൂതപ്പള്ളി കാണാൻ വേണ്ടി എത്തിയേക്കുവാണ് കേട്ടാ. ഉണ്ടാ, ഇതാണ് നമ്മുടെ ജൂതപ്പള്ളി. ഞാനും എൻ്റെ ബബ്ലൂസും കൂടെ നമ്മൾ എവിടെ എത്തി? ബബ്ലൂസ് ജൂതപ്പള്ളി കാണാം, മട്ടാഞ്ചേരി. ജൂതപ്പള്ളി കാണാൻ ജൂ സ്ട്രീറ്റ് എന്ന് പറയും, ജൂ സ്ട്രീറ്റ്. അപ്പം എന്തോരം ആൾക്കാരാന്നറിയാമോ ഇരിക്കുന്നത്? ഒരുപാട് ഫോറിനേഴ്സാണ് ഏറ്റവും കൂടുതൽ ഈ പള്ളി കാണാൻ വന്നത്. ഇതിന്റെ അകത്ത് പാസ്, ഇതിന്റെ അകത്ത് കയറുന്നതിന് 10 രൂപ പാസേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിന്റെ അകത്ത് കയറാനൊന്നും നിന്നില്ല, സമയം ഇല്ലാത്തതുകൊണ്ടാണ്. ഉറപ്പായിട്ട് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ അതിനുള്ളിൽ കയറി എല്ലാ കാഴ്ചകളും കാണണമെന്നാണ് ആഗ്രഹം. കാരണം പണ്ടത്തെ കാലത്തുള്ള ചൈനക്കാരുടെയൊക്കെ ഓരോരോ ഉപകരണങ്ങളൊക്കെ അതിന്റെ അകത്ത് ഇരിപ്പുണ്ട്. നമുക്ക് കാണാനും മാത്രമാണ്, അതൊക്കെ ജീവിതത്തിൽ കാണാൻ പറ്റുന്ന കാഴ്ചയൊന്നുമല്ല. അങ്ങനെ ഞങ്ങള് ആർട്ട് ഗാലറി കയറിയേക്കുവാണ്. ഇതിന്റെ ഉള്ളിലോട്ട് നമ്മൾ ഈ സ്ട്രീറ്റിന്റെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് പുരാവസ്തുക്കളും ഇതുപോലെ ആർട്ട് ഗാലറി ആയിട്ട് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. കുറെയൊക്കെ നമ്മുടെ ജൂതർ അവർ ഉള്ള സമയത്തുള്ള കുറെ അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും കുറെ കാഴ്ചകളൊക്കെ ഉണ്ട്. അത് ഇപ്പോഴും അതുപോലെ തന്നെ അതിനെക്കാട്ടി മിനുസപ്പെടുത്തി സൂക്ഷിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും. ഈ ചിത്രങ്ങളിലൊക്കെ ഒന്ന് നോക്കി, ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഒറിജിനലായിട്ട് ഒരാൾ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നു. ഇങ്ങനെയൊക്കെ കഴിവുള്ളവരുണ്ടല്ലോ. നിറയെ ഫോറിനേഴ്സ് ഇതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി ഫ്രെയിം ചെയ്തൊക്കെ വെക്കാൻ പറ്റും. ചിലതൊന്നും നമുക്ക് കിട്ടാത്ത ചിത്രങ്ങളായിരിക്കും. എന്താണേലും എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ട്. പുരാവസ്തുക്കളുടെ അടുത്തൊന്നും നമുക്ക് കൂടുതലായിട്ട് കയറാൻ പറ്റിയില്ല. BC കാലഘട്ടത്തിലാണ് ജൂതർ നമ്മുടെ കേരളത്തിൽ മട്ടാഞ്ചേരിയിൽ ഇതുപോലെ കുടിയേറി പാർത്ത് വന്നത്. വാണിജ്യാടിസ്ഥാനത്തിലാണ് അവർ വന്നതെങ്കിലും കുറെ കഴിഞ്ഞപ്പോ ഇസ്രായേൽ ഒരു രാജ്യമായപ്പോഴത്തേക്ക് അവരെല്ലാം കൂടെ കുറെ അങ്ങോട്ട് പോയി. പിന്നെ ഇച്ചിരി പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ ആൾക്കാരൊക്കെ മരിച്ചും പോയി. ചിലവർ ഇവിടെ തന്നെ കേരളം മതി എന്ന് പറഞ്ഞ് നിന്നവരും ഉണ്ട്. അപ്പൊ അവരുടെ സാധനങ്ങളൊക്കെ ഇപ്പോഴും സൂക്ഷിക്കുന്ന ഇതിന്റെ ഈ സ്ട്രീറ്റിന്റെ അകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, എന്താ എന്റെ പന്നോ, ഇതൊക്കെ കാണാൻ പറ്റിയതിനെ മഹാഭാഗ്യമായിട്ടേ കരുതുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ വേണം കാണാൻ. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ കാണാനുള്ളപ്പോൾ ഉറപ്പായിട്ടും പോയി കാണുക. കൂടാതെ നമ്മുടെ കുട്ടികളെയൊക്കെ കൊണ്ട് കാണിക്കുന്ന ഒരുപാട് നല്ലതായിരിക്കും. നമ്മുടെ ജൂതര് പണിത പള്ളിയും ഈ സ്ട്രീറ്റൊക്കെയാണ്. അപ്പൊ ഇത്രയും വർഷമായിട്ടും
എത്രയാ BC കാലഘട്ടത്തിലുള്ള, അതുപോലെ തന്നെ അതിന്റെ തനിമ നഷ്ടപ്പെടാതെ ഇപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കും. ഇതൊരു ചരിത്ര സ്മാരകമായിട്ട് മാറ്റിയേക്കുവാണ്. അതുകൊണ്ടാണ് ഒരുപാട് വിദേശികൾ ഇത് കാണാൻ വേണ്ടി തന്നെ ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ മാത്രമാണ് ഞാൻ കണ്ടത്. അപ്പൊ നമ്മളെക്കാട്ടി കൂടുതൽ ഈ സ്ട്രീറ്റിനെ പറ്റിയും ഈ സ്ഥലത്തെ പറ്റിയൊക്കെ അറിയുന്നവര് ഈ വിദേശികളാണ്. കൂടുതൽ ഇസ്രായേലുള്ളവർക്ക് കേരളക്കാരോട് ഭയങ്കര സ്നേഹമാണ്. ഇസ്രായേലിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരാണ് ഇത് കാണാൻ വേണ്ടി വരുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ.